അൽഫോൻസ് പുത്രൻ സംവിധാനം ചെയ്ത നേരത്തിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച നടനാണ് ഷറഫുദ്ദീൻ. അൽഫോൻസ് പുത്രന്റെ രണ്ടാമത്തെ ചിത്രമായ പ്രേമത്തിലെ ഗിരിരാജൻ എന്ന കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതോടെ ഷറഫുദ്ദീന്റെ നല്ല നേരം തെളിഞ്ഞു. പിന്നീട് നിരവധി സിനിമകളിൽ കോമഡി റോളുകളിൽ തിളങ്ങിയ ഷറഫുദ്ദീൻ അമൽ നീരദ് സംവിധാനം ചെയ്ത വരത്തിനിലൂടെ വില്ലൻ വേഷവും തനിക്ക് ഇണങ്ങുമെന്ന് തെളിയിച്ചു. നായക വേഷങ്ങളിലും ഷറഫുദ്ദീൻ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചു. സിനിമയുടെ പരാജയവും വിജയവും എല്ലാ നടന്മാരെ ബാധിക്കുന്നത് ഒരുപോലെയാണെന്ന് പറയുകയാണ് ഷറഫുദ്ദീൻ. എല്ലാ നടന്മാരും ഒരുപോലെ തന്നെയാകും റിയാക്ട് ചെയ്യുന്നത് ഷറഫുദ്ദീൻ പറഞ്ഞു. സില്ലി മാംഗോസ് മോളിവുഡിനോട് സംസാരിക്കുകയായിരുന്നു ഷറഫുദ്ദീൻ. സിനിമയുടെ വിജയ പരാജയവും നടന്മാരെ ബാധിക്കുന്നത് ഒരുപോലെയാണ്. അതിൽ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. എല്ലാവരും ഏതാണ്ട് ഒരുപോലെ തന്നെയാകും റിയാക്ട് ചെയ്യുക. ന്യൂഡൽഹി എന്ന സിനിമയുടെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മമ്മൂക്കയുടെ പടങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടതിനു ശേഷം കിട്ടിയ ഹിറ്റായിരുന്നു അത്. ആ പടം ഹിറ്റായതിന്റെ കഥ നല്ല രസമാണ്. റിലീസിന് മുമ്പ് പ്രിയദർശൻ സാർ ആ സിനിമ കണ്ട് മമ്മൂക്ക തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞത് റൈറ്റർ ഒരു പ്രോഗ്രാമിൽ ഷെയർ ചെയ്തത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ആ പടം റിലീസായപ്പോൾ മമ്മൂക്ക നായർ സാബിന്റെ ലൊക്കേഷനിലായിരുന്നു. ഫോണിലൂടെ പൊട്ടിക്കരഞ്ഞെന്ന് റൈറ്റർ പറഞ്ഞിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുണ്ട്. അത്രയും പരാജയത്തിനു ശേഷം വലിയൊരു വിജയം കിട്ടിയപ്പോൾ ആരായാലും അങ്ങനെ റിയാക്ട് ചെയ്യുകയുള്ളൂ. അത് മമ്മൂക്ക മാത്രമല്ല, നമ്മളായാലും അതുപോലെ കരയുമെന്ന് ഉറപ്പാണ്. കാരണം ചെയ്യുന്ന ജോലിയോട് അത്രമാത്രം പാഷനുള്ളവർക്ക് മാത്രമേ അങ്ങനെ തോന്നുകയുള്ളൂ. ആ കാര്യത്തിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ് എന്റെ അഭിപ്രായം, ഷറഫുദ്ദീൻ പറഞ്ഞു.